ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ ഭഗവാൻ കി ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിൽ രണ്ടാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പാരായണം ചെയ്ത് ഭഗവത്പാദത്തിന് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ 2 അധ്യായത്തിലായിട്ട് ഭഗവാന്റെ സൂക്ഷ്മ സ്ഥൂല രൂപങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിച്ചു. ഈ അധ്യായത്തിൽ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആരെയൊക്കെ ഭജിക്കണം, ഏതൊക്കെ ദേവതകളെ നമ്മൾ ഉപാസന ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 2-ാം സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. നിത്യം മരിക്കുന്ന മർത്യൻ ഭഗവാനെ കേൾക്കണം, ഓർക്കണം, നാമം ജപിക്കണം. അന്ത്യകാലത്ത് സ്മരണയുണ്ടാവണം, നാരായണനിലുറപ്പിക്കണം മനം. ആഗ്രഹം നേടാൻ വഴിയുണ്ട് പാണ്ഡവാൻ, ബ്രഹ്മതേജസ്സിന് ബ്രഹ്മാവിനെ മതി. ഇന്ദ്രിയ സൗഖ്യത്തിന് ഇന്ദ്രനെയും ദധാൻ, സന്തതിക്കെന്നും പ്രജാപതി ആശ്രയം. മായ സമ്പത്തിനായി തേജസ്സിനഗ്നിയും, രുദ്രൻ ധനം തരും അന്നം അതീതിയും. സ്വർഗത്തെ സൂര്യനും പൗരരെ സാധ്യരും, രാജ്യത്തെയേകിടും വിശ്വദേവർ തഥാ. അശ്വിനി ദേവകൾ ആയുസ്സു തന്നിടും, വൃദ്ധിയെ ഭൂപിയും ഗന്ധർവർ ഭംഗിയും. ദ്യാവാ പൃഥിവി സ്ഥിരതയും തന്നിടും, സ്ത്രീവശ്യം ഉർവശിയാലേ നടത്തിടാം. ആധിപത്യം വിധി യജ്ഞനാൽ കീർത്തിയും, ഭണ്ഡാരവൃദ്ധിക്കായി കാശി തുണച്ചിടും. വിദ്യയെ ശ്രീശിവൻ ദാമ്പത്യം ഗൗരിയും, ശ്രീരാമൻ ധർമ്മിഷ്ഠനാക്കും ഭജിക്കുകിൽ. വംശവൃദ്ധിക്കായി പിതൃക്കൾ തുണച്ചിടും, ഓജസ്സിന് മരുദ്രാജ്യത്തിന് സുരൻ. യക്ഷന്മാർ ബാധകൾ തീർക്കും ഭജിക്കുകിൽ, ആഭിചാരം തീർക്കും നിർവീപാലകർ. ചന്ദ്രനാൽ ഭോഗവും കാമിക്ക് വിഷ്ണുവും, നിഷ്കാമൻ ശ്രീഹരി പൂജയെ ചെയ്യുകിൽ. മോക്ഷവും ഭക്തിയും ഏകുന്നു ശുദ്ധിയും, ജ്ഞാനമേകും ശുദ്ധ സാത്വികനാക്കിടും. ശൗനകൻ ചോദിച്ചു സൂതനോടിങ്ങനെ, ബാലൻ പരീക്ഷിത്ത് മാറ്റിവെച്ചു കളി. കേട്ടു കഥ പാടി പൂജിച്ചു വേണ്ടപോൽ, ജന്മനാ സർവം ത്യജിച്ച സുകരിയും. 2 ഭക്തർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും, കൃഷ്ണകഥ മാത്രം ചൊല്ലും പരസ്പരം. എന്നും ദിനരാത്രം താനേ കഴിഞ്ഞിടും, നഷ്ടമാകും ജന്മം പൂജ മറക്കുകിൽ. വൃക്ഷങ്ങൾ പോലെ ഇലകളെ പോലെയും, പക്ഷി മൃഗം പോലെ മർത്യൻ കഴിഞ്ഞിടാം. ബുദ്ധിയാൽ കാര്യമറിയണം മാനസം, കൃഷ്ണനിൽ തന്നെ ഉറപ്പിക്കണം ദൃഢം. പാമ്പിൻ മട പോലെയാക്കണ്ട കാതുകൾ, മർത്യൻ തവള നാവാക്കണ്ട നാവിനെ. ഭാരമാക്കാതെ തലയാൽ നമിക്കണം, കയ്യാൽ ഹരിക്കായി പൂജകൾ ചെയ്യണം. കാലേ മരക്കാലുപോലെയാക്കാതെയും
കണ്ണ് മയിൽ പീലി കണ്ണാക്കരുതു സ്വയം നാം. ശ്രീഹരി ഭക്തർ തൻ പാദധൂളി സ്ഥിരം മെയ്യിലണിയുകിൽ പാപം നശിച്ചിടും. കൃഷ്ണന്റെ പാദത്തിലർപ്പിച്ച തൃത്താവൻ ചൂടണം ആ മണമേൽക്കണം മൂക്കിനാൽ. നാമം ജപിക്കണം നാവിനാൽ ഭക്തനായി. കാലാൽ പ്രദക്ഷിണം കണ്ണാൽ തദ്ദർശനം. ചിത്തമലിയണം സത്കഥ കേൾക്കുകിൽ രോമാഞ്ചവും കണ്ണുനീരും നിറയണം. ഭക്തി ഭഗവാൻ സദ്ഭക്തർ തൻ ലക്ഷണം. സൂതനോതി ഋഷി ശൗനകൻ കേൾക്കുവാൻ. കൃഷ്ണാരാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. സ്കന്ധം 2 അധ്യായം 3 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാമജപത്തിൻ്റെ കാര്യം ഓരോ സമയത്തും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓരോ അധ്യായത്തിലും ആ നാമത്തിനെ മറക്കാതെ മുറുക്ക പിടിച്ചോളൂ. എല്ലാവരും അത്ര ആശ്രയിക്കാൻ പറ്റിയ മറ്റൊന്നും ഈ കലിയുഗത്തിൽ ഇല്ല കേട്ടോ. ഭാഗവതം വായന പോലും നമ്മളെ ആ നാമജപത്തിലെത്തിക്കാനാണെന്ന് ഓർക്കണേ. സത്സംഗങ്ങളൊക്കെ നമ്മളെ ആ നാമജപത്തിലെത്തിക്കാനാണ്. അത് മറക്കരുതേ. കിട്ടാവുന്നിടത്തോളം ശ്രവണം ചെയ്തോളൂ. കേൾക്കാവുന്നിടത്തോളം സത്സംഗം ചെയ്തോളൂ. നാമം ജപിച്ചോളൂ. നാമം മാത്രം ജപിച്ച് ആ ഹരിസ്മൃതി ഉറക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ഹരയേ നമഃ. ശ്രീ ഹരയേ നമഃ. ശ്രീ ഹരയേ നമഃ.